നമുക്ക് ഇനി ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അങ്ങനെ ക്ഷാമമില്ല, പക്ഷെ ജനങ്ങൾക്ക് വെപ്രാളം കൊണ്ടില്ല കുറച്ച് ക്ഷാമമുണ്ട്. ക്ഷാമം ഉണ്ടല്ലോ, യുദ്ധം തുടങ്ങിയതുപോലെ ക്ഷാമം തന്നെയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് എന്താവും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം കുറച്ചും കൂടെ കഴിഞ്ഞ് ടൈറ്റിങ് വരുന്നെന്ന് ഇങ്ങനെ പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതം പ്രതിസന്ധിയിലായതോടെ നമ്മുടെ നാട്ടിലും ഇന്ധനക്ഷാമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രചരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമ്മുടെ നാട്ടിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇതുവരെ ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ നമുക്ക് ഇനി ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. കാരണം അതാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ കാണുന്നത്. കിടപ്പിലെല്ലാം അതിരൂക്ഷമായ യുദ്ധങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് കാലം, അപ്പം ഇനി ഉഷ്ണകാലമാണ് വരുന്നത്. അപ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ജനങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു അവസരം ഇനി മുമ്പിൽ നമ്മൾ കണ്ടേ മതിയാവും. അപ്പോൾ അന്വേഷിച്ച് നമ്മൾ നീങ്ങിയിട്ടെങ്കിൽ ജനങ്ങൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാറുണ്ടോ ഗ്യാസ്? ഇതുവരെ ഓക്കെ കിട്ടിയിരുന്നു. ഇനിയിപ്പം അതിനുള്ള ഒരു കാലാംശം എന്തായാലും ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നമ്മൾ തീർച്ചയായും അതുണ്ടാവും. എന്തായാലും അത് വരാൻ പോകുന്ന തലമുറയും അതിന് ആളുകളും അത് മനസ്സിലാക്കിയാൽ അവരവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു. നമ്മുടെ നാട്ടില് ഇപ്പൊ ഗ്യാസിന് ക്ഷാമമുണ്ടോ? അങ്ങനെ ക്ഷാമമില്ല, പക്ഷെ ജനങ്ങൾക്ക് വെപ്രാളം കൊണ്ടില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചില ഗ്യാസ് പെട്ടെന്ന് കിട്ടാണ്ടാവോ, ഹോർമോസ് കടലിൽ ഗ്യാസ് വരുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് കിട്ടാണ്ടാവോ എന്നുള്ളതുകൊണ്ട് എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഗ്യാസ് ബുക്ക് ചെയ്ത സമയത്ത് കറക്റ്റ് ടൈം നമുക്ക് കിട്ടാറുണ്ടോ? ഇപ്പം എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം കുറെ ഒരു 15-20 ദിവസം അങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട്. 3 ആഴ്ച 2 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ കിട്ടുന്നുണ്ട്. സാധനം പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ജനങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാണ്ടാവും എന്നുള്ളൊരു വേവലാതി കൊണ്ടില്ല ഒരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അത് റെഡിയാവും. ഇത് കുറച്ച് ദിവസം കൊണ്ടെല്ലാം റെഡിയാവും. അങ്ങനെയൊന്നും 1-2 മാസം ഒന്നും ഇത് സംഭിച്ച് നിൽക്കൂല എന്തായാലും. നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമോ അനുഭവിക്കുന്നുണ്ടോ? ക്ഷാമമുണ്ട്. ക്ഷാമം ഉണ്ടല്ലോ, യുദ്ധം തുടങ്ങിയതുപോലെ ക്ഷാമം തന്നെയാണ്. ഇപ്പോൾ ഹോട്ടലുകൾ, കാര്യം പരിപാടി, തട്ടുകട എല്ലാം അടച്ചു പൂട്ടിയിട്ടാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാർക്കൊന്നുമല്ല, അതിലിപ്പോൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാവുക. അവർ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മൊത്തം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇതുവരെ ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. ക്ഷാമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കെല്ലാം 2 കുറ്റിയുള്ളതാണ്. ഇനിയിപ്പോ 45 ദിവസം കഴിഞ്ഞാലാണ് ബുക്കിംഗ് എടുക്കുവാന്ന് പറയപ്പെടുന്നത്. അപ്പോൾ 45 ദിവസം എത്തുമ്പോൾ എനിക്കെല്ലാം 2 മാസം എത്തും ഒരു കുറ്റി. അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാം. പിന്നെ വിറകെല്ലാം ഉണ്ട്, കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വിറകെല്ലാം ഉണ്ടാക്കുമോ വേറെ ഇപ്പം ആദ്യമേ. ചേട്ടാ, നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടറിന് ക്ഷാമം അനുഭവിക്കുന്നുണ്ടോ? ഇപ്പം വളരെ അനുഭവം. പിന്നെ നമ്മളിപ്പോ ബുക്ക് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാലെല്ലാം ഒന്നും സാധിക്കുന്നില്ല. അവരിങ്ങനെ ഒരു അനങ്ങാപ്പാറ നയ ഇപ്പം സ്വീകരിക്കുന്നത്. നമ്മൾ ബുക്കിംഗ് ആവോ ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് എപ്പോഴുള്ള ഡേറ്റും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പലതവണ നമ്മൾ ശ്രമിച്ചിട്ടും അവിടെ ഫോൺ എടുക്കുന്നില്ല, ബുക്കിംഗ് ആവുന്നില്ല. അതാണ് ഇപ്പം ഭയങ്കര ടൈറ്റ് തന്നെ ഇപ്പം ഉള്ളത്. വീടുകളിൽ ഇനിയിപ്പം പിന്നെ പഴയ പോലെ അടുപ്പൊന്നും ഇല്ലല്ലോ, എല്ലാം ഇപ്പം ഗ്യാസിന്റെ പരിപാടിയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താവും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാലതാമസം, അങ്ങനെ എന്തെങ്കിലും ക്ഷാമം അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്നു? അതിപ്പോ അടുത്തായിട്ട് ഉണ്ടായതാ. ഇതുവരെ അങ്ങനെ ഇല്ലേനു. ബുക്ക് ചെയ്താല് 2 ആഴ്ച കൊണ്ടെല്ലാം കിട്ടലുണ്ട്. ഇപ്പം ബുക്ക് ചെയ്യാനും കിട്ടുന്നില്ല. ഒരു 30 ദിവസം കഴിഞ്ഞാലേ ബുക്കിംഗ് നടക്കുന്നുള്ളൂ. ഇപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട്. ഇപ്പം പുറത്തുനിന്ന് വിറകടുപ്പിലാണ് നമ്മളെ പാചകം ചെയ്യുന്നത്. കാരണം തീരാനായി ഗ്യാസ്. ഇനിയിപ്പം ബുക്ക് ചെയ്താലും 30 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. നമ്മുടെ നാട്ടിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് കിട്ടാനുള്ള ക്ഷാമോ അല്ലെങ്കിൽ കാലതാമസമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഇപ്പം ഒന്നാമത് അതുമായിട്ട് പൊരുത്തപ്പെട്ട എല്ലാവരും ഇപ്പം പുതിയ ഇതായില്ല. അപ്പം പഴയ വിറകും കാര്യങ്ങളൊന്നും ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഗ്യാസ് ബുദ്ധിമുട്ട് അത്ര പ്രശ്നം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്. അതെ. നിങ്ങൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട്? ഇതുണ്ട്, കുറേ എടുക്കുന്നുണ്ട്. ബുക്കിംഗിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ബുക്ക് ചെയ്യുന്ന സമയത്ത്? തടസ്സങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം ഇത് ഹാങ്ങായി പോകുന്നതുകൊണ്ട് ഇപ്പം ഫുള്ള് ടൈറ്റാണ് കിട്ടാറ്. ഇത് നമ്മുടെ നാട്ടിൽ പാചകവാതക സിലിണ്ടറിന് ക്ഷാമം ഉണ്ടോ? ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളറിയില്ല. അങ്ങനെ പറഞ്ഞ് നേരത്തെ വേണമെങ്കിൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുക്ക് ചെയ്ത സമയത്ത് കറക്റ്റ് ടൈമിൽ കിട്ടാറുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള താമസമോ അല്ലെങ്കിൽ ബുക്കിങ്ങിന്റെ ബുദ്ധിമുട്ടോ അതിന് എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ആദ്യം ബുക്ക് ചെയ്ത് പെട്ടെന്ന് കിട്ടലുണ്ട്, ഇപ്പൊ കിട്ടൽ തന്നെയല്ല. ഭയങ്കര ഇപ്പൊ ഞാൻ 2 ആഴ്ചയുടെ മേലായി ബുക്ക് ചെയ്തിട്ട് ഇതുവരെ വന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്ത സമയത്ത് അത് കിട്ടാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഉണ്ട്. എന്ത് കിട്ടാനുള്ള താമസമാണോ? താമസമുണ്ട്. ബുക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് കിട്ടാറുണ്ടോ? പെട്ടെന്ന് കിട്ടുന്നില്ല. ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം പെട്ടെന്ന് കിട്ടലുണ്ടായിരുന്നു. ഇപ്പം കിട്ടുന്നില്ല. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. കാര്യമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാ ഉള്ളത്. വീട്ടിലെ ജോലിക്കെല്ലാം ബുദ്ധിമുട്ടാണുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി തരണം. നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞ ശേഷം കിട്ടി. എന്നിട്ട് ഇപ്പം എല്ലാം കൂടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിട്ടിയില്ല. അതിപ്പോൾ എപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. 25 ദിവസം ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വീടുകളിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഹോട്ടലുകൾക്കാർ കൊടുക്കാണ്ടിരിക്കേണ്ടതെന്ന് അതും പറയുന്നുണ്ട്. എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. കിട്ടുമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അത് ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോ കാലതാമസോ അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അനുഭവം പ്രത്യേകിച്ച് നമുക്കൊരു ഇതൊന്നും വന്നില്ല. ഇനിയിപ്പം കുറച്ചും കൂടെ കഴിഞ്ഞ് ഇനി ടൈറ്റിങ് വരുന്നെന്ന് ഇങ്ങനെ പറയുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ടോ? ഇപ്പം കുറച്ച് ടൈറ്റ് ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തെല്ലാം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഏട്ടാ, നമ്മുടെ നാട്ടില് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് കിട്ടാനുള്ള ക്ഷാമം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും നാടൻ ചോറില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. അവിടെ പോയി ചൂടുവെള്ളം വരെ കിട്ടുന്നില്ല. ചായ വരെ ഇപ്പം നല്ല വെള്ളം മാതിരിയാണ് ഒഴിച്ചു തരുന്നത്. ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ? നല്ലോണം അനുഭവിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ വീട്ടില് ഗ്യാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. വീട്ടിലെ കുറ്റിയും തീർന്നിട്ടുണ്ട്. അപ്പം കുറ്റി എഴുതി കൊടുത്തിട്ടുണ്ട്. 45 ദിവസം ആവണം എന്നാണ് പറയുന്നത്.